ആ പാട്ടുപാടി ആയിരക്കണക്കിന് മനുഷ്യർ ആ പാട്ടുപാടി നടന്നു. അത് കേട്ട് ആസ്വദിച്ചു. അവർ വീണ്ടും പാടി. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാടി. ആന്റണിയും അയ്യപ്പനും അക്ബറും പാടി. ആ പാടിയപ്പോൾ കേരളത്തിലൊരു പ്രശ്നം തീർന്നു. യേശുദാസ് പിന്നെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടന്നില്ല. കടക്കാതെ തന്നെ കേരളത്തിലെ മനുഷ്യന് യേശുദാസ് കടന്നതായി തോന്നി. എല്ലാ മതത്തിൻ്റെയും ആരാധനാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നതും ഒരുപക്ഷെ ആരാധനാലയങ്ങൾ ദൈവങ്ങൾ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് യേശുദാസിൻ്റെ ശബ്ദമാണ്. യേശുദാസിന് അന്നൊരു മോഹം ഉണ്ടായിരുന്നു. ആ മോഹം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറി അകത്ത് നിന്ന് കൃഷ്ണനെ തൊഴണം എന്നത് ഒരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹം യേശുദാസ് പറഞ്ഞു. പക്ഷെ ഗുരുവായൂർ ക്ഷേത്ര നിയമങ്ങളനുസരിച്ച് ഒരു ക്രിസ്ത്യാനിക്കകത്ത് കയറി കൊടുക്കുക അത് ആചാരപരമായ ഒരു കാര്യമാണ്. പക്ഷെ യേശുദാസിൻ്റെ മോഹം അകത്ത് കയറണമെന്ന ആഗ്രഹത്തിൻ്റെ കൂടെയാണ് കേരളത്തിലെ യുക്തിവാദികളും കേരളത്തിലെ മനുഷ്യസ്നേഹികളും എല്ലാം നിന്നത്. അപ്പം ഈ ആചാരവും യുക്തിബോധവും ഇതിനിടയിൽ യേശുദാസിൻ്റെ ആഗ്രഹവും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു പോര് മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ നിലനിന്നു. ആ നിലനിന്ന സമയത്താണ് ആലപ്പുഴയിലെ കുഞ്ചാക്കോ ഈ വടക്കൻ പാട്ടിലെ കഥകൾ സിനിമയാക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമയാക്കിയിട്ടുള്ളത് കുഞ്ചാക്കോയാണ്. ഈ അയ്യപ്പൻ്റെ കഥകളൊക്കെ ഒരുപാട് സിനിമയാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് മെരിലാൻഡാണ്, സുബ്രഹ്മണ്യമാണ്. ഈ ആലപ്പുഴയാണ് അങ്ങനെ സിനിമയാക്കിയത്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം ഏത് സിനിമ എടുത്താലും മിക്കവാറും അതിൻ്റെ രചന, ഗാനത്തിൻ്റെ രചന വയലാറും, സംഗീതം ദേവരാജൻ മാസ്റ്ററുമാണ്. പാടുന്നത് യേശുദാസോ സുശീലയോ ആരെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അന്നൊരു സിനിമ എടുത്തു. ആ സിനിമയുടെ പേര് ഉദയനൻ്റെ മകൻ എന്നാണ്. മിക്കവാറും അവിടുത്തെ സിനിമകളിൽ നസീറാണ് അഭിനയിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകളിൽ സത്യനും അഭിനയിക്കും. ഇത് ഈ ഉദയനൻ്റെ മകനിൽ അഭിനയിക്കുന്നത് ഉദയനായി സത്യനും മകനായി നസീറുമാണ്. അപ്പം ഈ മകൻ എന്ന് പറയുന്നത് ശരിയായ മകനല്ല, ഒരു അവിഹിത ഭാര്യയിലുണ്ടായ മോനാണ്. അതുകൊണ്ട് 18 വയസ്സ് വരെ ഒളിച്ചു വളർത്തി 18ാമത്തെ വയസ്സിൽ നസീർ ഇങ്ങനെ സുന്ദരകുട്ടനായി പുറത്തു വരുന്നതാണ് ഈ ആ കഥയിലെ ഒരു രംഗം. ആ സമയത്ത് ഇന്ന് മലയാളത്തിൽ ഇത്രയും പാട്ടൊന്നും വരികയല്ല, അന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പാട്ടുണ്ടാവും. അപ്പോൾ ആ പാട്ട് എഴുതിയത് വയലാറാണ്. അപ്പോൾ വയലാറിന് തോന്നി യേശുദാസിൻ്റെ പ്രശ്നം ആ പാട്ടിലൊന്ന് നിക്ഷേപിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ യേശുദാസിന് കയറാൻ പറ്റുകയില്ല എന്നുള്ള തർക്കം നിൽക്കുകയാണ്. അപ്പം വയലാർ ആ പാട്ടിൽ എഴുതിയത് ഏതാണ്ട് മുദ്രാവാക്യ സ്വഭാവമാണ്. ഗുരുവായൂരമ്പലം തുടങ്ങി ഒരു ദിവസം ഞാൻ പോകും. സത്യത്തിൽ അന്നത്തെ ഈ നസീറിൻ്റെ ആ ഉദയൻ്റെ കാലത്ത് ഇതൊക്കെ അറിയാമെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും, ഓടക്കുഴൽ വേടിക്കും, വായിക്കും എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് മുദ്രാവാക്യം വീഴും പോലെ ഒരു പാട്ടെഴുതി. ആ പാട്ടെഴുതിയത് വയലാറാണ്. അതിന് സംഗീത സംവിധാനം ചെയ്തത് ദേവരാജൻ മാസ്റ്ററാണ്. അത് പാടുന്നത് യേശുദാസാണ്. അതിൽ അഭിനയിക്കുന്നത് നസീറാണ്. അത് സംവിധാനം ചെയ്തത് കുഞ്ചാക്കോ ആണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആലോചിച്ച് നോക്കുക. ആ പാട്ടെഴുതിയത് ഒരു സവർണനാണ്. സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഒരു അവർണനാണ്. പാടിയതൊരു ക്രിസ്ത്യാനിയാണ്. അഭിനയിച്ചതൊരു മുസ്ലിമാണ്. അത് സംവിധാനം ചെയ്തതും ഒരു ക്രിസ്ത്യാനിയാണ്. അതായത് കേരളത്തിലെ എല്ലാ ജാതി മത കോമ്പിനേഷനും ചേർന്നൊരു പാട്ടാണ്. ആ പാട്ടുപാടി ആയിരക്കണക്കിന് മനുഷ്യർ ആ പാട്ടുപാടി നടന്നു. അത് കേട്ട് ആസ്വദിച്ചു. അവർ വീണ്ടും പാടി. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാടി. ആന്റണിയും അയ്യപ്പനും അക്ബറും പാടി. ആ പാടിയപ്പോൾ കേരളത്തിലൊരു പ്രശ്നം തീർന്നു. യേശുദാസ് പിന്നെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടന്നില്ല. കടക്കാതെ തന്നെ കേരളത്തിലെ മനുഷ്യന് യേശുദാസ് കടന്നതായി തോന്നി. അതാണ് കവി, അതാണ് കല. അതായത് 4 സമരം നടത്തി നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവായി ഒരു പാട്ട് മനസ്സിൽ സൃഷ്ടിക്കും ഓളങ്ങൾ.